ഭക്ഷണത്തിനും വെള്ളത്തിനൊക്കെ ഉണ്ടാകുന്ന ക്ഷാമത്തിനെ കുറിച്ച് ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പരിഗണിക്കാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലാദ്യത്തേത്, ഈ ബിൽഡിങ്ങിൽ 2 ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ആ ബോഡീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പോയ്സണായിട്ട് മരിച്ച ആളുടെ ഭാര്യ അയാളെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് സോഫയിൽ കിടത്തിയേക്കാണ്. അയാളുടെ ബോഡി കഴുകാനായിട്ട് ആ സ്ത്രീ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം മുൻപ് ആ സ്ത്രീ ഞങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നു. കാരണം ആ ബോഡി വീർക്കാനും ദുർഗന്ധം വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശാന്തമായ ഭാവത്തിൽ കൈ 2 നെഞ്ചിൽ വെച്ച് ഒരു നദിയുടെ പെയിന്റിങ്ങിന് താഴെ വെച്ചിരിക്കുന്ന സോഫയിൽ അയാൾ കിടക്കുകയാണ്. പക്ഷേ വീർത്തിട്ടും പർപ്പിൾ നിറത്തിലും. അങ്ങനെ ഒരു കാഴ്ച ഭയങ്കര വിചിത്രമായിരുന്നു. ആ വിഷം അയാളുടെ ബോഡിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ദുർഗന്ധമാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ അവിടെ എത്തിയ ആദ്യ കുറച്ച് മിനിറ്റുകളുള്ളിൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. എനിക്ക് കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയി തോന്നിയത് ആ കിടക്കുന്ന ശവശരീരം ആദ്യം ജീവനുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്. അയാളുടെ ഭാര്യ അയാളെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ മാക്സിം അതിനെ എതിർത്തു. മാക്സിം പറഞ്ഞു, ഈ സ്മെല്ല് കേട്ട് ആ മോൺസ്റ്റേഴ്സ് എല്ലാം ഹണ്ട് ചെയ്യാൻ വരും. ഈ സ്മെല്ല് അവരെ ആകർഷിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇയാളെ പുറത്തേക്ക് കയറണം, അല്ലെങ്കിൽ ടെറസിൻ്റെ മേലെ ഉപേക്ഷിക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല, അവൾ പറഞ്ഞു. ആ സ്ത്രീയുടെ കണ്ണിങ്ങനെ ഉരുണ്ടു വന്നു. അതൊരു ക്രിസ്ത്യൻ രീതിയല്ല. അയാൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബറിയൽ അർഹിക്കുന്നുണ്ട്. ആ സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ മേലേക്ക് ചാടി. എന്നിട്ട് കൈകൾ ഉയർത്തി തൻ്റെ ഭർത്താവിനെ എവിടെ നിന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നറിയിച്ചുകൊണ്ട്, നിങ്ങളത് ചെയ്യാൻ പാടില്ല, ഞാൻ നിങ്ങളിത് ചെയ്യാനും സമ്മതിക്കില്ല, ഇവിടെ നിന്ന് പൊക്കോ, നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ആ സ്ത്രീയെ സൈലന്റ് ആയിട്ട് വളഞ്ഞു. ആർക്കും ആ സ്ത്രീയെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ബോഡി അവിടെ കിടക്കുന്നിടത്തോളം ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. മാക്സിമം ഒന്നും മിണ്ടാതെ ആ സ്ത്രീയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ആ സ്ത്രീ നിലവിളിക്കുകയും കുതിരി മാറാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും മാക്സിം അനങ്ങിയില്ല. മാക്സിമിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ അവളുടെ മറ്റേ കൈകൊണ്ട് മാക്സിമിനെ മാന്താൻ തുടങ്ങി. മാക്സിം തിരിച്ചൊന്നും ചെയ്തില്ല. പകരം ആ സ്ത്രീ അവനോട് ചെയ്തതെല്ലാം അവൻ സഹിച്ചു നിന്നു. അതിലൂടെ ആ സ്ത്രീക്ക് അവരുടെ ദേഷ്യം മുഴുവൻ പുറത്തു വിടാനുള്ള അവസരം നൽകി. കണ്ണു മാന്തി പൊളിക്കാതിരിക്കാൻ തല മാത്രം പിന്നിലോട്ട് ചായച്ചു വെച്ചു. ആ ബോഡി എടുത്ത് ജനലിൽ കൂടെ പുറത്തേക്ക് എറി, മാക്സിം പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോയി. ബോഡി എറിയുന്നത് ആ സ്ത്രീ തടസ്സപ്പെടുത്താതിരിക്കാൻ ചെറുത്തു നിൽക്കാനുള്ള അവസാന ശ്രമത്തിൽ ആ സ്ത്രീ വാതിലിൽ പിടിച്ചു. മാക്സിം ആ സ്ത്രീയെ അവിടെ നിന്ന് വലിച്ചു മാറ്റി. ആ സ്ത്രീയുടെ പിടിക്ക് ആ തടിയിൽ പോറലേൽപ്പിക്കാൻ മാത്രം ശക്തി ഉണ്ടായിരുന്നു. അവരുടെ ഒരു നഖം അതിൽ കുത്തി നിന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു പുതപ്പിൽ പൊതിഞ്ഞു. എടുക്കാൻ അതായിരുന്നു എളുപ്പം, ശാരീരികമായും മാനസികമായും. ഞങ്ങൾ അദ്ദേഹത്തെ മേൽക്കൂരയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളിൽ ഒരാൾ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ താഴേക്ക് എറിഞ്ഞു. ഞങ്ങൾ താഴേക്ക് എത്തി നോക്കാനൊന്നും പോയില്ല. ശരീരം താഴെ തട്ടുമ്പോൾ ഉണ്ടായ ആ ഒരു കനത്ത ശബ്ദം മാത്രം ഞങ്ങൾ കേട്ടു. എന്നിട്ട് ക്രോളർ വരുന്നതിന് മുൻപ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടിപ്പോയി. ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഞങ്ങൾ ചെയ്ത കാര്യത്തിൽ കുറ്റബോധം തോന്നിയില്ല. പക്ഷെ എനിക്ക് കുറ്റബോധം തോന്നാത്തതിൻ്റെ പേരിൽ കുറ്റബോധം ഉണ്ടായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ബോഡി അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ബോഡി അപ്പാർട്ട്മെന്റിൽ വെച്ച് ആക്രമിക്കപ്പെട്ട മനുഷ്യൻ്റെതാണ്. അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറി വരുന്ന ആളെ തടയാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ ഞങ്ങൾ മെനക്കെട്ടില്ല. ഞാൻ വെൽഡറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ എടുക്കുന്നതിൻ്റെ പ്ലാനിനെ കുറിച്ചും മാക്സിമിൻ്റെ അടുത്ത് സംസാരിച്ചു. മാക്സിമിന് എൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാക്സിം മുന്നറിയിപ്പ് നൽകി. അതിൻ്റെ അകത്തേക്ക് ഒളിഞ്ഞു കടക്കുന്നത് അപകടകരമാണ്. പോരാത്തിന് എവിടെയാണ് നോക്കേണ്ടത് എന്നും നമുക്കറിയില്ല. അവരുമായി ഏറ്റുമുട്ടുന്നത് അപകടമാണ്. അവരിൽ എല്ലാവരുടെയും ആയുധങ്ങളുണ്ട്. നമ്മൾ അതിക്രമിച്ച് കടന്നാൽ ഉറപ്പായി അവർ പ്രതികരിക്കും. ഒരു പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ഐഡിയനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ സഹകരിച്ചേക്കാം. ഞാൻ മനസ്സോടെ അത് സമ്മതിച്ചു. പക്ഷെ ആ ക്രിമിനൽസ് ആയിട്ടുള്ള ചർച്ച അന്നേ അവസാനിച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വൃത്തിയായിട്ടവർ അവരുടെ മനസ്സ് ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. കാരണം ഇന്നലെ ഞാൻ നതാശയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി 5ാം നിലയിലേക്ക് പോയപ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോറ് തുറന്നു കിടക്കുന്നതാണ് ഞാൻ പേടിയോടെ കണ്ടത്. കൂടാതെ ഹാളിൽ ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. എന്തോ വളരെ മോശമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ ഞാൻ എൻ്റെ പ്രതീക്ഷയും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ മുറികളും തപ്പി നോക്കി. പക്ഷെ അവളെ മാത്രം കണ്ടെത്താനായില്ല.
അവൾ അവളുടെ റൂമിൽ താമസിപ്പിച്ച ആ വൃദ്ധ മാത്രം ഗസ്റ്റ് റൂമിൻ്റെ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ വലതുവശത്തായിട്ട് ഒരു രക്തക്കറയുണ്ടായിരുന്നു. ഞാൻ ആ വൃദ്ധനെ മറച്ചിട്ടപ്പോൾ ആൾക്ക് ജീവനുണ്ടായിരുന്നു. നതാശ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ അതിന് മറുപടി തന്നില്ല. പകരം ഇങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ. അയാളുടെ ഈ ക്രിപ്റ്റിക് വാക്കുകളൊക്കെ കേൾക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. എനിക്ക് അയാളെ സഹായിക്കണം, അല്ലെങ്കിൽ അയാൾ രക്തം വാർന്നു മരിക്കും. ചിലപ്പോൾ ആ സമയം നതാശ എവിടെയെങ്കിലും വെച്ച് മരിക്കുമായിരിക്കും, ഒരു പക്ഷേ വളരെ അടുത്ത്. ഞാൻ വീണ്ടും ഹാളിലേക്ക് ഓടി. അവളെ എവിടെയെങ്കിലും കണ്ടെത്താൻ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് നോക്കി. തറയിൽ രക്തക്കറകളുണ്ടായിരുന്നു. അത് പുറത്തേക്കും മേൽക്കൂരയിലേക്കുള്ള വാതിലിലേക്കും നീണ്ടു കിടന്നു. മേൽക്കൂരയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്, പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ പുറത്തേക്ക് ഓടി, ചുറ്റും നോക്കി, ഒന്നുമില്ല. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രക്തത്തുള്ളികളുള്ള ഒരു വഴി മാത്രം. അതെന്നെ മേൽക്കൂരയുടെ അറ്റത്തേക്ക് നയിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷെ അതിന് പകരം അത് അതിൻ്റെ അറ്റത്തുള്ള ഡോറിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, ആ ക്രിമിനൽസ് താമസിക്കുന്ന സ്ഥലത്തേക്ക്. അവരവരുടെ ഡോറിന് മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേജ് പോലത്തെ സാധനത്തിൽ ഞാൻ പിടിച്ചു കുലുക്കി, എന്നിട്ട് ഒച്ച വെച്ചു. നതാശയെ വിട്ടയക്കാൻ പറഞ്ഞു. ചെയ്യുന്നത് അപകടമാണെന്ന് എനിക്കറിയാം. കുറച്ചു നേരം കൂടെ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ക്രോളർ വന്ന് ഉറപ്പായും എന്നെ കൊല്ലും. പക്ഷെ അപ്പോഴത്തേക്കും കൊള്ളക്കാരിൽ ഒരാൾ അവരുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. അവർ കൂടിനപ്പുറത്തുള്ള ഇരുട്ടിൽ നിന്ന് അവളുടെ പിസ്റ്റൽ കുലുക്കി കാണിച്ചു. അടങ്ങി നിൽക്ക് ചെക്ക, നിന്റെ ഗേൾ ഫ്രണ്ട് നല്ല ആൾക്കാരുടെ കയ്യിലാണുള്ളത്, ഞങ്ങൾ അവളെ നന്നായി നോക്കിക്കോളാം. ഒരു ചൊല്ല് എന്തോ ഇല്ലേ, ഇഫ് യു ലവ് ഹർ ലെറ്റ് ഹർ ഗോ, അല്ലേ? അയാളൊന്ന് അഹങ്കരിച്ച് ഞെളിഞ്ഞു നിന്നു. ഞാൻ അയാളുടെ മുഖത്തേക്ക് തുപ്പി. അവൻ തോക്കുയർത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞോടി. എൻ്റെ പിന്നിൽ നിന്ന് കുറച്ച് വെടിയൊച്ചകൾ കേട്ടു. പക്ഷെ ഭാഗ്യത്തിന് ഒന്നും എൻ്റെ മേലെ കൊണ്ടില്ല. ഇനിയും ഷൂട്ട് ചെയ്ത് എൻ്റെ മേലെ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യേണ്ട എന്ന് അയാൾ കരുതി കാണും. പിന്നെ അയാൾ വെടിവെച്ചില്ല. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അവരവളെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് പോലും ആലോചിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഓരോ മിനിറ്റും വിലപ്പെട്ടതായി മാറി. ഞാൻ താഴത്തെ നിലകളിലേക്ക് ഓടിക്കൊണ്ട് ഒച്ചത്തിൽ അലറി വിളിച്ചു, ആളുകളോട് ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ ശബ്ദത്തിലെ അർജൻസി മനസ്സിലാക്കിയിട്ടാണോ എന്തോ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ അയൽക്കാരുടെ മുഖങ്ങൾ കണ്ടതിൽ ഞാൻ ഇതിനു മുമ്പ് ഇത്രയധികം ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. വെറും 2 മിനിറ്റിനുള്ളിൽ ഞാൻ അവരോട് ഉണ്ടായതെല്ലാം പറഞ്ഞു കൊടുത്തു. 2 പ്രായമായ സ്ത്രീകൾ വൃദ്ധനെ സഹായിക്കാൻ മേലേക്ക് ഓടിക്കയറി. നിങ്ങളൊക്കെ എന്തു പോലീസുകാരാണ്? ഞങ്ങളുടെ വീടിനകത്തു നിന്ന് തന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പിന്നിൽ നിന്ന് ഒരു വൃദ്ധ വിളിച്ചു ചോദിച്ചു. ആ വൃദ്ധയോട് വായടയ്ക്കാൻ എന്നറി. അത്ഭുതകരമായി ആ സ്ത്രീ തിരിച്ചൊന്നും പറഞ്ഞില്ല. എടാ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മാക്സിം ആ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സംഭവിച്ചതെല്ലാം ഞാൻ മാക്സിമിനോട് പറഞ്ഞു. അവന് ദേഷ്യം വന്ന് അവൻ്റെ കണ്ണുകൾ ചുവന്നു. മുഷ്ടി ചുരുട്ടുമ്പോൾ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ശവങ്ങൾ. മെൻ ഗ്യാദർ അപ്പ്, നമ്മൾ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. വളരെ കോൺഫിഡൻറ്റോടുകൂടി മാക്സിം മേൽക്കൂരയിലേക്ക് തിടുക്കത്തിൽ നടന്നു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. ഞങ്ങളുടെ പുറകിൽ മനസ്സില്ലാ മനസ്സുള്ളവർ പോലും പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ മേൽക്കൂരയിലെ വാതിലിലേക്ക് ചെന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് എനിക്ക് വെടിയേക്കാൻ സാധ്യത തന്ന അതേ ഡോറ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും കാണും. ആ ഗേറ്റ് ഞങ്ങൾക്ക് തകർക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ 10 ആംഗ്രി മെൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് കേൾക്കേണ്ടി വരും. തുറക്ക്. കമ്പികൾക്കിടയിലൂടെ മാക്സിം ആക്രോശിച്ചു. നിങ്ങളിത് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഞാനിതെല്ലാം നശിപ്പിച്ച് കളയും. എന്താ ഇവിടെ ഒരു ബഹളം? നേരത്തെ എന്നെ വെടിവെച്ച ആൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ എന്നെ ദേഷ്യത്തോടെ നോക്കി, എന്നിട്ട് നോട്ടം മാറ്റി. അവൻ ആത്മവിശ്വാസത്തോടെ നിന്നെങ്കിലും അവൻ്റെ മുൻപുള്ള അഹങ്കാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ തിരിച്ച് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളെല്ലാവരും കൂടി പുറത്തുള്ള രാക്ഷസന്മാർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും, മാക്സിം അലറി. ഇത് കേട്ട് ആ ക്രിമിനൽ പേടിച്ചെന്ന പോലെ കളിയാക്കിക്കൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി. ഞങ്ങളൊരു പെൺകുട്ടിയെ നൈറ്റ് ഔട്ടിന് കൊണ്ടുപോയി, അതിലെന്താ പ്രശ്നമുള്ളത്? മാക്സിം ദേഷ്യത്തിൽ ആ ഗേറ്റിൽ ചവിട്ടി. അപ്പുറത്ത് നിന്ന് ക്രിമിനൽ ഞെട്ടിക്കൊണ്ടുവന്ന് ചാടി. ആൾ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്ന ശാന്തത വെറും അഭിനയമാണെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് ഗേറ്റ് തകർക്കാൻ കഴിയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി, മാക്സിം അലറി. സമാധാനപ്പെടാപ്പാപ്പ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഓക്കെ? ഞാൻ ജോക്ക് ചെയ്തതാണ്. ഈ സമയത്തൊക്കെ കുറച്ച് കോമഡി പറയുന്നത് നല്ല കാര്യമല്ലേ? അയാളുടെ ചിരി മുഖത്ത് നിലനിർത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിക്ക്, ഞാൻ പോയി അവളെ നോക്കട്ടെ. അയാൾ അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ കൂടുതൽ ആങ്ഷ്യസ് ആവാൻ തുടങ്ങി.
അവൾ എത്ര നേരം അവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? അവർ അവളെ എന്താണ് ചെയ്തതെന്ന് ആർക്കറിയാം? അകത്തു നിന്ന് ചില വാഗ്വാദങ്ങൾ കേട്ടു. ആളുകൾ പരസ്പരം ആക്രോശിക്കുകയായിരുന്നു. പക്ഷെ എക്കോ കാരണം അവർ എന്താണ് പറയുന്നത് എനിക്ക് ക്ലിയർ ആയില്ല. ഭാഗ്യത്തിന് നതാശയുടെ നിലവിളികളൊന്നും ഞാൻ കേട്ടില്ല. ആ ആക്രോശങ്ങളൊക്കെ ഒതുങ്ങി. അതിനുശേഷം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആ ക്രിമിനൽ ഞങ്ങളെ വേർതിരിക്കുന്ന ആ ഗേറ്റിനപ്പുറത്ത് വന്നു നിന്നു. അയാളുടെ പുറകിൽ ഞങ്ങൾക്ക് നതാശയെ കാണാമായിരുന്നു. അവളുടെ കണ്ണിനടിയിൽ ഒരു വലിയ കറുത്ത പാട്, ഒരു ചതവുണ്ടായിരുന്നു. ചുണ്ടിൽ ഉണങ്ങിയ രക്തം. അവൾക്ക് മൂക്കിൽ നിന്ന് രക്തം വന്നിട്ടുണ്ടാവണം. ഭാഗ്യത്തിന് അവളുടെ വസ്ത്രങ്ങൾക്ക് കേടുപാടില്ല. കീറിയതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ വിചിത്രമായിട്ടുള്ളൊരു തിളക്കം ഉണ്ടായിരുന്നു. അവളുള്ള ആ സാഹചര്യത്തിന് അനുകൂലമായിരുന്നില്ല ആ കണ്ണിലെ തിളക്കം. ഉത്സാഹത്തിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഒരു തിളക്കം. ദാ നിങ്ങളുടെ പെൺകുട്ടി, അയാൾ മുരണ്ടു. അവൾ കടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ അവളെ പുറകിൽ നിന്നൊരു തള്ളും കൊടുത്തു. ഞങ്ങൾ അവളെ അധികമൊന്നും ചെയ്തിട്ടില്ല, കണ്ടില്ലേ, ഇനി പൊക്കോ. അവളുടെ ഭക്ഷണവും മാക്സിം അന്വേഷിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്? അവളെ ഞങ്ങളുടെ കൂടെ സേഫ് ആക്കി വെച്ചതിൻ്റെ ഒരു മുൻകൂർ പേയ്മെൻ്റ് ആയിരുന്നു ആ ഫുഡ്. വാതിലടച്ച് അകത്തേക്ക് പോകുമ്പോൾ അയാൾ മറുപടി കൊടുത്തു. മാക്സിം മുരണ്ടു. മാക്സിമിൻ്റെ കണ്ണുകളിൽ ദേഷ്യം എനിക്ക് കാണാമായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിച്ചിട്ടില്ല. അയാൾ ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അകലെ നിന്ന് എവിടെയോ ഒരു അജ്ഞാത ശബ്ദം അലറി. ഞങ്ങളെല്ലാവരും സേഫായ സ്ഥലത്തേക്ക് ഓടിക്കയറി. അപ്പാർട്ട്മെൻറ്റ് റൂമിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ ഞാൻ നതാശയോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയുണ്ട്? അവർ കൈ ഉയർത്തിക്കൊണ്ട് അവൾ എൻ്റെ അടുത്ത് നിർത്താൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കഴുത എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവരുടെ ലീഡർ പേടിച്ചു. സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് നിന്നെ പിടിച്ചത്? ഞാൻ അവളോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. അയാൾ എന്നെ പറ്റിച്ച് പുറത്തേക്ക് വിളിച്ചു. അടുത്ത വീട്ടിലെ താമസക്കാരിൽ ഒരാളായിട്ടാണ് അയാൾ നടിച്ചത്. കുറച്ച് ആസ്പിരിൻ അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പോൾ വിഷയമല്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തി. ആ വെൽഡറെ ഞാൻ കണ്ടെത്തി. നീ അയാളെ കണ്ടോ? ഇങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു ഡെവലപ്മെൻറ്റിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതെ, അദ്ദേഹം 3-ാം നിലയിൽ 73-ാം അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു. എന്നെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അയാളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹായത്തിന് പകരമായി ഇവർ അയാളെ നല്ലോണം പരിപാലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റ് താമസക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതേക്കുറിച്ച് സംസാരിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. അപ്പം നീ അയാളെ കണ്ടോ? അയാളോട് നീ ചോദിച്ചോ എന്തിനാണിത് ചെയ്തതെന്ന്? എന്തിനാണ് നമ്മളിവിടെ വെൽഡ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നതെന്ന്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ. അവൾ ചുറ്റും ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. അവളുടെ റൂമിനകത്ത് ആ വൃദ്ധനെ സഹായിക്കാനായി ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം പാനിക്കായി എന്നാണ് പറയുന്നത്. അയാൾ കാട്ടിലേക്ക് മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇവരെ കാണുന്നത്. അവർ ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിനുണ്ട്. അവരെവിടേക്കോ കുടിയേറുകയായിരുന്നു. നമ്മളാണെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വഴിയിലുമായിപ്പോയി. അതുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് ഓടി നമ്മളെ എല്ലാവരെയും വെൽഡ് ചെയ്ത് വെച്ചത്. അയാൾ ഇത് ചെയ്തത് ആ ക്രിമിനൽസിനെയൊക്കെ അറിയുന്നതിന് മുന്നായിരുന്നു. 2 രാത്രി മുന്നാണ് അവർ ഇങ്ങോട്ട് താമസം മാറിയത് എന്ന് ആ വെൽഡർ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ ഓടിപ്പോകാതിരുന്നത്? ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു. എന്തുകൊണ്ട് അയാൾ ഒഴിഞ്ഞുപോയില്ല? നതാശ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അയാൾക്കതിന് കഴിയില്ല. അയാൾക്കൊരു മകനുണ്ട്. അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയാണ്. അയാൾക്ക് മകനെ ചുമക്കാൻ കഴിയില്ല. ദുർബലനാണ്. ലിഫ്റ്റുകളും ഇല്ല. ഈ സംഭവം 1-2 ദിവസങ്ങളിനുള്ളിൽ അവസാനിക്കുമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയായിരുന്നില്ല. ആ മനുഷ്യൻ്റെ സാഹചര്യം ഞാനൊന്ന് ഇമാജിൻ ചെയ്തു. തന്നെ മാത്രമല്ല, തൻ്റെ നിസ്സഹായനായ കുട്ടിയെയും മറ്റെല്ലാവരെയും ഈ നരകത്തിൽ കുടുക്കി. അദ്ദേഹത്തോട് ദേഷ്യം തോന്നാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. ഞാൻ അയാളോട് നിന്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ചിന്തകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നതാശ പറഞ്ഞു, അതൊരു നല്ല പ്ലാൻ ആണെന്നും അദ്ദേഹത്തെയും മകനെയും ഒളിപ്പിച്ച് കടത്താൻ ഒരു വഴി കണ്ടെത്തുകയാണെങ്കിൽ അയാളുടെ ടൂൾസ് എല്ലാം തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആ വെൽഡറെ നല്ലോണം കാവൽ ചെയ്യുന്നുണ്ട്. 4-ാം നിലയിലും 2-ാം നിലയിലും സ്ഥിരമായ പെട്രോളിംഗ് ഉണ്ട്. തീർച്ചയായും അവർ മദ്യപിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അവരുടെ കയ്യിൽ തോക്കുകളുണ്ട്. എനിക്കെന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും മാക്സിം വന്ന് നതാശയുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? അതെ, എനിക്ക് സുഖമാണ്. നതാശ പിന്നിലേക്ക് ചാരി. മാക്സിമിൻ്റെ കണ്ണുകളിലെ തീ അവൾ കണ്ടു. ഓക്കെ. മാക്സിം ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, അറിയോ? നിന്നേക്കാൾ ചെറുതാ. മാക്സിം നതാശയുടെ തോളിൽ ഒന്നും കൂടെ തട്ടി. അവരൊരിക്കലും നിന്നെ ഇനി തൊടില്ല.
മാക്സിം പ്രഖ്യാപിച്ചു. മാക്സിമിൻ്റെ ശബ്ദത്തിൽ ദേഷ്യത്തിൻ്റെ ഒരു ലാവ തന്നെ പുറപ്പെടുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അതിന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ആക്രമിക്കണം. കീടങ്ങളുണ്ടെങ്കിൽ അവരെ പുകച്ച് പുറത്ത് ചാടിക്കണം. അദ്ദേഹം നതാഷയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുറിവുകൾ കണ്ടപ്പോൾ അയാൾ പല്ല് കടിച്ചു. നാളെ നമ്മൾ അവരുടെ മുഴുവൻ സ്റ്റെയർവെല്ലും കത്തിച്ചു കളയും.